വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് കെ ലതികയുടെ അടക്കം മൊഴിയെടുത്തത് ഹൈക്കോടതിയിൽ ഹർജി വരുമെന്നറിഞ്ഞ് ആരോപണ വിധേയനായ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ ഹർജി വരുന്നതിന് തൊട്ടു മുൻപാണ് മരവിച്ചിരുന്ന അന്വേഷണം പോലീസ് പുനരാരംഭിച്ചത്. ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസമായ ഏപ്രിൽ 24-നാണ് വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. PK മുഹമ്മദ് കാസിം എന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിലായിരുന്നു പോസ്റ്റ്. തന്റെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണെന്നും അതിനു പിന്നിലുള്ളവരെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് അന്നു തന്നെ കാസിം വടകര പോലീസിൽ പരാതി നൽകി. ഈ പരാതി അവഗണിച്ച് CPM പരാതി പരിഗണിച്ച് കാസിമിനെ പ്രതി ചേർത്ത് കേസെടുത്ത പോലീസ് കാസിമിനെ ചോദ്യം ചെയ്തു. മൊബൈലും പരിശോധിച്ചു. കാസിമിന്റേതല്ല പോസ്റ്റെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് പക്ഷേ ആരാണ് അതിന് പിന്നിലെന്ന അന്വേഷണത്തിലേക്ക് പോയില്ല. തുടർന്ന് SP-ക്കും DGP-ക്കും പരാതി നൽകിയ കാസിം ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ നീക്കം തുടങ്ങി. ഇതോടെയാണ് ഒരു മാസത്തിലധികമായി നിലച്ച അന്വേഷണം പോലീസ് പുനരാരംഭിച്ചത്. മുൻ MLA KK ലതിക ഉൾപ്പെടെ ഏതാനും പേരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ഹൈക്കോടതിയിലെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടലാണ് പോലീസ് ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. ഇതിനിടെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകനെതിരെ ആരോപണവുമായി RMP യുവജന വിഭാഗം രംഗത്തെത്തി. UDF-ഉം RMP-യും SP ഓഫീസ് മാർച്ച് നടത്തി. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് സംഘടനകളും കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് SP ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു. മീഡിയ 1 കോഴിക്കോട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.